ബേഴ്സർക്ക് എന്ന മാങ്കയുടെ പാർട്ട് 6 ആയിട്ടാണ് വന്നേക്കുന്നത്. ഓൾറെഡി ബാക്കിയുള്ള പാർട്സ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അത് നിങ്ങൾക്ക് താഴെ പ്ലേലിസ്റ്റ് കൊടുക്കാം. ചെറിയ വീഡിയോ ആണ്, കാരണം ചെയ്യാൻ സമയം കിട്ടില്ല, ഒരു ട്രിപ്പ് പോയേക്കുമായിരുന്നു. ആൻഡ് ഈ വീഡിയോയിലാണ് സോഡ് വേഴ്സസ് ഗഡ്സ് എന്നുള്ള ഫൈറ്റുകളുള്ളത്. സോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കാണാം. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, കീപ് വാച്ചിങ്. സോ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഗഡ്സ് ഗ്രിഫിത്തിന്റെ ഒപ്പം ചേർന്നിട്ടുണ്ടായിരുന്നു. ഗ്രിഫിത്തായിട്ടൊരു മാച്ച് വെച്ചിട്ട് ആ മാച്ചിൽ തോറ്റുണ്ടായിരുന്നു. അതിന് ഗ്രിഫിത്ത് പറയുന്നത് ഗഡ്സിന് ചെയ്യേണ്ടി വന്നു. സോ ഗഡ്സ് ഗ്രിഫിത്തിന്റെ കൂടെ ചേർന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇത് ചേർന്നതിന് ശേഷം ഒരു കുളിസീനാണ് കാണിക്കുന്നത്. ഈ കുളിസീനിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രിഫിത്ത് കുളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഗ്രിഫിത്തിന്റെ കഴുത്തിലൊരു നെക്ലസ് ഗഡ്സ് കാണും. ആൻഡ് ഈ നെക്ലസ് കണ്ടതിന് ശേഷം ഗഡ്സ് ഗ്രിഫിത്തിനോട് ചോദിക്കും എന്താണ് ഈ നെക്ലസ് എന്ന്. അപ്പോൾ ഗ്രിഫിത്ത് പറയും ഇതൊരു ബെഹ്ലറ്റ് ആണ്. ആൻഡ് ഈ ബെഹ്ലറ്റ് വെച്ച് തന്നെ ഞാനൊരു ദിവസം ഈ ലോകം തന്നെ ഭരിക്കുന്നെല്ലാം പറയും. ആൻഡ് ഇതിനുശേഷം നമുക്ക് കാണിക്കുന്നത് ഒരു യുദ്ധമാണ്. ആൻഡ് ഈ യുദ്ധത്തിലാണ് നെസ്ഫെറാറ്റു വേഴ്സസ് ഗഡ്സ് എന്നുള്ള ഫൈറ്റ് നടക്കാൻ പോകുന്നത്. ആൻഡ് ഇത് തുടങ്ങുന്നത് ഒരു യുദ്ധം വെച്ചാണ്, ജൂഡ വേഴ്സസ് മിൻലാൻ എന്നുള്ളൊരു യുദ്ധം വെച്ചാണ് ഈ ഫൈറ്റ് തുടങ്ങുന്നത് തന്നെ. ആൻഡ് ഇവിടെ ഒരു കാസിൽ ഉണ്ടാവും. ഈ കാസിൽ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഗഡ്സിന്റെ ടീം, അതായത് ഗ്രിഫിത്തിന്റെ ടീം അങ്ങോട്ട് പോയിട്ടുണ്ടായിരിക്കും. ആൻഡ് കാസ്ക ഉണ്ടായിരിക്കും. കാസ്ക എല്ലാവരും പുറത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഗഡ്സും ടീമും കാസിലിന്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ടായിരിക്കും. ഇനി ഇൻ കേസ് ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നം പറ്റി ഗഡ്സിന് എന്തെങ്കിലും ഇഷ്യൂ ആയെന്നുണ്ടെങ്കിൽ അപ്പോൾ ഗ്രിഫിത്തും കാസ്ക എല്ലാവരും ഉള്ളിലോട്ട് വരും. അതാണ് ഇപ്പോൾ ഇവരുടെ പ്ലാൻ. ആൻഡ് ഇങ്ങനെ ഇവർ കാസിലിന്റെ ഉള്ളിലോട്ട് പോയി അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗഡ്സിന്റെ ടീം. ആൻഡ് ഇതിനുശേഷം നമുക്ക് കാണിക്കുന്നത് ഗ്രിഫിത്തിന്റെ ടീം മെമ്പേഴ്സ് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആ കാസിന്റെ ഉള്ളിൽ പവർഫുൾ ആയിട്ടുള്ള ഒരു എറ്റേണിറ്റി ഉണ്ട്. അതിൻ്റെ പേരാണ് നെസ്ഫെറാറ്റു സോഡ്. ആൻഡ് അവൻ തന്നെ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു മെർസണറിയാണ്. ആൻഡ് ഈ നെസ്ഫെറാറ്റു സോഡ് എന്നുള്ളതിനെ കാണാൻ തന്നെ ഭയങ്കര ഒരു മോൺസ്റ്റർ പോലെ ആയിരിക്കും. ആൻഡ് അവൻ അതായത് ഇതുവരെ ചെയ്ത് ഏത് ഒരു ബാറ്റിൽ പോലും അവൻ തോറ്റിട്ടില്ല. ആൻഡ് ഇവൻ ഒരുപാട് ആൾക്കാരെ ഇതുപോലെ കൊന്നിട്ടുമുണ്ട്. ഇങ്ങനെ ഒരുപാട് റൂമേഴ്സ് ഉണ്ടാവും ഈ സോഡിനെ പറ്റിയിട്ട്. അങ്ങനെ സോഡിനെ പറ്റിയിട്ട് ഗ്രിഫിത്തിന്റെ ടീം മെമ്പേഴ്സ് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗ്രിഫിത്ത് സൈലന്റ് ആയിട്ടിരിക്കും. ഗ്രിഫിത്ത് സൈലന്റ് ആയിട്ട് മനസ്സിലാലോചിക്കും. ഇപ്പോൾ ആരൊക്കെ ഗഡ്സിന്റെ എതിരെ വന്നാലും ഗഡ്സ് എങ്ങനെയും അവനെ തോൽപ്പിക്കുന്നില്ല. ഗ്രിഫിത്ത് ഒരു ഉള്ളിലൊരു വിശ്വാസം വെച്ചുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. ആൻഡ് ഇതിന്റെ ഒപ്പം തന്നെ കാസിൽ കാണിക്കുന്നത്, കാസിൽ യുദ്ധത്തിന് വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ കാസിന്റെ ഉള്ളിലോട്ട് പോയിട്ടുണ്ടായിരിക്കും ഗഡ്സിന്റെ ടീമിൽ. അവർ 1 മണിക്കൂറായിട്ടും പുറത്തോട്ട് വന്നില്ല. അതുകൊണ്ട് തന്നെ ഗഡ്സ് ആകെ നെർവസ് ആയിട്ട് അവിടെ കിടന്ന് അലറുന്നുണ്ടാവും എന്താണ് ഉള്ളിൽ നടക്കുന്നതെന്ന് അറിയായിട്ട്. ആൻഡ് ഇതിനുശേഷം ഗഡ്സ് തീരുമാനിക്കും എങ്ങനെയും ഉള്ളിലോട്ട് പോവാന്ന്. അങ്ങനെ ഉള്ളിലോട്ട് പോകാൻ നിൽക്കുമ്പോൾ അവിടുന്ന് പുറത്തൊരുത്തോട്ട് വരും. ബോസ് എന്ന് വിളിച്ചിട്ട് ഒരുത്ത പുറത്തോട്ട് വരും. ആൻഡ് അവൻ പുറത്ത് വരുന്നത് എങ്ങനെയാണെന്ന് അറിയും. ഒരു പാതി ശരീരം മാത്രമായിട്ടാണ്, പാതി എന്തോ കഴിച്ച പോലെ ആയിട്ടാണ് അവൻ പുറത്തോട്ട് വരിക. ആൻഡ് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിരിക്കും ഉള്ളിൽ സോഡ് ഉണ്ട്, ഉള്ളിൽ നെസ്ഫെറാറ്റു ഉണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ ഗഡ്സ് തീരുമാനിക്കും ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാന്ന് തീരുമാനിക്കും. ആൻഡ് ഉള്ളിലോട്ട് പോയ ഗഡ്സ് ഉള്ളിലോട്ട് ഒറ്റയ്ക്ക് പോയതിനു ശേഷം കാണുന്നത് ഒരു മോൺസ്റ്ററെ പോലെ നിൽക്കുന്ന ഈ സോഡിനെയാണ്. ലിറ്ററലി അവനെ കാണാൻ മനുഷ്യനെ പോലെ ആയിരിക്കത്തേ ഇല്ല, ഒരു വലിയ മോൺസ്റ്റർ അവൻ്റെ മുന്നിൽ നിൽക്കുന്നത്. ആൻഡ് അവൻ്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ വലിയൊരു കത്തിയുണ്ട്. ആ കത്തി വെച്ചിട്ട് ഉള്ളിലോട്ട് വന്നവരെല്ലാം അവൻ കൊന്നു കളിയുണ്ട്. ആൻഡ് അടുത്ത പാനലിൽ കാണിക്കുന്നത് ഈ സോഡ് നേരെ ഗഡ്സിന്റെ അടുത്തേക്ക് അറ്റാക്ക് ചെയ്യുന്നതാണ് വാള് വെച്ചിട്ട്. ആൻഡ് ആ വാള് വെച്ച് അറ്റാക്ക് ചെയ്ത് ഫസ്റ്റ് അറ്റാക്കിൽ തന്നെ ഗഡ്സിന് കാര്യം മനസ്സിലായി. ഇതുവരെ ഗ്രിഫിത്താണ് ഏറ്റവും പവർഫുൾ ആളെന്നുള്ള തിങ്ക് ചെയ്തുകൊണ്ടിരുന്ന ഗഡ്സിന് ഇപ്പോൾ മനസ്സിലായി ഗ്രിഫിത്തിനെക്കാട്ടും പവർഫുൾ ആണ് ഇവൻ എന്നുള്ള കാര്യം മനസ്സിലായി. ആൻഡ് സോഡ് അടിക്കുന്ന ഓരോ അടിയും ഗഡ്സ് അവൻ്റെ വാള് വെച്ചിട്ടും അവൻ അവിടുന്ന് അവോയ്ഡ് ചെയ്തിട്ടും ടാക്കിൾ ചെയ്ത് കളയുന്നു. ആൻഡ് ഇങ്ങനെ ഓരോ അടിയും തടുക്കുന്നത് കണ്ടപ്പോൾ സോഡ് ഗഡ്സിനോട് പറയും ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരുത്തിനെ കാണുന്നത്, കാരണം എൻ്റെ വാളിൽ നിന്നോ എൻ്റെ അറ്റാക്കിൽ നിന്നോ ഇതുവരെ ഒരുത്തിനും രക്ഷപ്പെട്ടിട്ടില്ല എന്ന് പറയും. ആൻഡ് ഇങ്ങനെ അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഗഡ്സിനൊരു ഓപ്പണിങ് കിട്ടും ഇവൻ്റെ കയ്യിന് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് കിട്ടിയ ചാൻസ് മിസ്സാക്കാണ്ട് തന്നെ ഗഡ്സ് നേരെ ഒരു അറ്റാക്ക് സോഡിൻ്റെ കയ്യിലോട്ട് ചെയ്യും. ആൻഡ് ഇത് കിട്ടിയപ്പോൾ അവിടെ തന്നെ സോഡ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും, കാരണം ആദ്യമായിട്ടായിരിക്കും അവൻ എത്ര ഡീപ്പായിട്ട് ഒരാൾ കട്ട് ചെയ്യുന്നത്. ആൻഡ് ഇതിനുശേഷം ഗഡ്സിന്റെ വാള് കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ സോഡിന്റെ ശരിക്കുള്ള ആ സ്വയം രൂപം അങ്ങോട്ട് എടുക്കും. ഒരു ഭീമാകാരമായിട്ടുള്ള ഒരു കാളയെ പോലെ മാറും, വലിയൊരു മോൺസ്റ്ററായി മാറും. ഇങ്ങനെ അവൻ്റെ രൂപത്തിലോട്ട് മാറിയതിനു ശേഷം സോഡ് ഗഡ്സിനോട് പറയും ഞാൻ കഴിഞ്ഞ 300 വർഷമായിട്ട് മനുഷ്യന്മാരെ കൊന്നു തിന്നുകൊണ്ടിരിക്കുക, ആദ്യമായിട്ടാണ് ഞാൻ ഒരുത്തനായിട്ട് ഇത്രയും ഈക്വലി ഒപ്പോസ് ചെയ്തൊരു ഫൈറ്റ് ചെയ്യുന്നതെന്ന് പറയും. ഇതും പറഞ്ഞതിന് ശേഷം സോഡ് ഗഡ്സിന് ഒരു അറ്റാക്ക് ചെയ്യും. ഈ അറ്റാക്കിൽ ഗഡ്സിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഗഡ്സ് ഓൾമോസ്റ്റ് തകർന്നു പോവും, അൺകോൺഷ്യസ് ആവും. ആൻഡ് ഇങ്ങനെ ഓൾമോസ്റ്റ് ഗഡ്സ് മരിക്കാറായി എന്നുള്ള നിലയിലെത്തുമ്പോഴായിരിക്കും ഗ്രിഫിത്ത് അതിൻ്റെ ഉള്ളോട്ട് വരിക. ഗ്രിഫിത്ത് ഉള്ളോട്ട് വന്നിട്ട് അവൻ്റെ ആർമി മെമ്പേഴ്സിനോട് എല്ലാവരോടും ബോൻ്റെ ആരോ ഇടാൻ പറയും. ആൻഡ് ഈ ആരോസ് എല്ലാം സോഡിന് നന്നായിട്ട് ഡാമേജ് ഉണ്ടാക്കും. ഡാമേജ് ഉണ്ടാക്കിയതിനു ശേഷം സോഡ് വീണ്ടും അവിടെ കിടന്ന് അലറാൻ തുടങ്ങും. സോഡിന് വീണ്ടും ഒരുപാട് ദേഷ്യം വരും. പക്ഷേ സോഡ് വരെ നോക്കിയിട്ടൊരു കാര്യം പറയും, അതായത് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഫൈറ്റ് നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്തു, അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾ ഒരിക്കലും ക്ഷമിക്കാൻ പോകുന്നില്ല, നിങ്ങളെല്ലാവരെയും ഞാൻ കൊന്നു കളയും പറഞ്ഞിട്ട് സോഡ് അവരുടെ എല്ലാവരുടെയും അടുത്തോട്ട് വരും. ആൻഡ് സോഡ് ഇങ്ങനെ എല്ലാവരെയും അടിക്കുന്നതിന് ശേഷം ഗ്രിഫിത്ത് പറയും എല്ലാവരും പുറത്തോട്ട് പോകുമെന്ന് പറയാൻ.
ഗ്രിഫിത്ത് അവിടെ ഉള്ളോട്ട് തന്നെ നിൽക്കും, ബാക്കിയുള്ളവരുടെ എല്ലാവരോടും പുറത്തോട്ട് പോകാൻ പറയും. ആൻഡ് ഇപ്പോൾ ഉള്ളിൽ മനുഷ്യന്മാരായിട്ട് ഗ്രിഫിത്തും ഗഡ്സും മാത്രമേ ഉള്ളൂ. ആൻഡ് ഗ്രിഫിത്ത് നേരെ ഓടിപ്പോയിട്ട് ഗഡ്സിനെ എഴുന്നേൽപ്പിക്കും. ആൻഡ് ഇത് കണ്ട സോഡ് പിന്നെ അറ്റാക്ക് ചെയ്യും. ഇവർ രണ്ടുപേരും ഒരുമിച്ച് അറ്റാക്ക് ചെയ്യും. ആൻഡ് ഇവർ രണ്ടുപേരും സോഡിനെ അറ്റാക്ക് ചെയ്യും. ഈ അറ്റാക്ക് എല്ലാം പേടിക്കുന്ന സോഡിനെ വീണ്ടും വീണ്ടും ദേഷ്യം കൂടിക്കൊണ്ടിരിക്കും. ആൻഡ് ദേഷ്യം കൂടിയിട്ട് അവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സോഡ് ഒരുപാട് പരിശ്രമിക്കും. സോഡ് അവന്റെ ഫുൾ പവർ എടുത്തിട്ട് ഗ്രിഫിത്തിന്റെ അറ്റാക്ക് ചെയ്യും. ആ അറ്റാക്കിൽ ഗ്രിഫിത്ത് ഒരുപാട് ദൂരം പോയി വീഴും. ആൻഡ് ദൂരം പോയി വേണം ഗ്രിഫിത്തിന്റെ അടുത്തോട്ട് വീണ്ടും ഇയാൾ വരും, ഈ സോഡ് വരും. സോഡ് വന്നിട്ട് അവനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തുനി നിൽക്കുമ്പോഴായിരിക്കും ഗ്രിഫിത്തിന്റെ കഴുത്തിലുള്ള ബെഹ്ലറ്റ് കാണുക. ആൻഡ് ബെഹ്ലറ്റ് കണ്ട് ഷോക്കായി കഴിഞ്ഞാൽ സോഡ് അവന് പറയും, അതായത് ഇത് ബെഹ്ലറ്റ് ആണല്ലോ, ഇത് ഗോഡ് ഓഫ് ഹാൻഡ് ആണല്ലോ, ഇതെങ്ങനെ ഇവന്റെ കയ്യിൽ വന്നേന്ന് ആലോചിച്ചിട്ട് നിൽക്കായിരിക്കും. ഒരു നോർമൽ ഹ്യൂമൻ എന്തായാലും ഇത് കിട്ടാൻ ഒരു ചാൻസും ഇല്ല, ഇതെങ്ങനെ ഇവന്റെ കയ്യിലെത്തിയായി, ഇങ്ങനെയുള്ള പവർഫുൾ ആയിട്ടുള്ള സാധനം എങ്ങനെ ഇവന്റെ കയ്യിലെത്തിയെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും സോഡ്. ഇത് കണ്ടതിന് ശേഷം സോഡിന്റെ മൈൻഡ് ആകെ മാറും. സോഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര നേരം ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന സോഡ് പിന്നെ അവിടുന്ന് എങ്ങനെയും രക്ഷപ്പെടണം എന്നുള്ള ചിന്തയിലോട്ട് മാറും. അവിടുന്ന് പോകുന്നതിന് മുന്നേ സോഡ് ഗഡ്സിനോടൊരു കാര്യം പറയും. പറയുന്നത് ഒരു പ്രൊഫസി പോലെയാണ് പറയാ. എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിന്നോടൊരു കാര്യം പറയാം, അതായത് നിന്റെ കൂട്ടുകാരൻ അവന്റെ ഡ്രീം അച്ചീവ് ചെയ്യുമ്പോൾ നീ നിന്റെ മരണം കാണും. അതായത് അവന്റെ ഡ്രീം അവൻ എന്നാണോ അച്ചീവ് ചെയ്യുന്നത് അന്ന് നീ മരിക്കും, അല്ലെങ്കിൽ മരണത്തെക്കാൾ വലിയൊരു വേദന നിനക്കുണ്ടാവും എന്ന് പറയും. ആൻഡ് ഇതും പറഞ്ഞതിന് ശേഷം സോഡ അവന്റെ ചിറകും വിരിച്ചിട്ട് അവിടുന്ന് എസ്കേപ്പ് ആവും. എസ്കേപ്പ് ആയതിനു ശേഷം ഈ കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഗഡ്സ്. കാരണം ഗഡ്സിന് ഇതൊന്നും മനസ്സിലാവുണ്ടാവില്ല, എന്താ പറഞ്ഞെന്നുള്ളതൊന്നും മനസ്സിലായിണ്ടാവില്ല. ആൻഡ് ഇങ്ങനെ ആലോചിച്ചതിന് ശേഷം നമുക്ക് കാണിക്കുന്നത് ഗ്രിഫിത്ത് അവിടെ, അതായത് അൺകോൺഷ്യസ് ആയി വീണ് കിടക്കുന്നതാണ് ബോധം പോയിട്ട്. ആൻഡ് അവനെ എടുത്ത് എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ കാസ്ക് ഓടി വരും. കാസ്ക് അവിടെ വന്നതിന് ശേഷം പറയാ ഗഡ്സിനോട്, ഇതെല്ലാം ഗഡ്സിന്റെ തെറ്റാണ്, ഗഡ്സ് വന്നതിന് ശേഷമാണ് ഇങ്ങനെയെല്ലാം ഉണ്ടായിന്നെല്ലാം പറയും. ഗഡ്സ് ഇപ്പൊ ഈ കാസിന്റെ ഉള്ളിലോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഗ്രിഫിത്തിന് ഇങ്ങോട്ട് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഗ്രിഫിത്തിനും ഇങ്ങനെയൊന്നും ആവില്ല എന്ന് പറഞ്ഞിട്ട് കാസ്ക് അവിടെ കിടന്നിട്ട് ചീത്ത വിളിച്ചുകൊണ്ടിരിക്കും. ഇതിന് ശേഷം നമുക്ക് കാണിക്കുന്നത് മിഡ്ലാൻഡ് ആണ്. മിഡ്ലാൻഡിലോട്ട് ഇവരെ കൊണ്ടുവന്നിട്ടുണ്ടാവും, അതായത് ഇവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഗ്രിഫിത്തിനെയും ഗഡ്സിനെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടാവും. ആൻഡ് മിഡ്ലാൻഡിന്റെ അധികാരികൾ, അതായത് രാജാവും മന്ത്രിയെല്ലാം അവിടെ ഉണ്ടാവും. അതിന്റെ ഈ ആൾക്കാരെല്ലാം കൂടി സംസാരിക്കുന്ന കേൾക്കും. ഇവർ ഇത്രയും നാൾ തോറ്റിട്ടില്ല, ഇപ്പൊ ഒരു മാച്ച് തോറ്റുകൊണ്ട് തന്നെ അവിടെ മോൺസ്റ്റർ ഉണ്ടായി, അതുണ്ടായി, ഇതുണ്ടായി എന്നെല്ലാം കഥ വിടുകയാണെന്ന് ഇങ്ങനെ അവിടുത്തെ ഭരണാധികാരികളെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. കാരണം ഈ മിഡ്ലാൻഡിലുള്ളവർ ഇതുവരെ മോൺസ്റ്ററെയോ ബീസ്റ്റിനെയോ ഒന്നും കണ്ടിട്ടില്ല, അതുകൊണ്ട് അവരിതൊന്നും വിശ്വസിക്കുന്നുണ്ടാവില്ല. ആൻഡ് ഇതിന് ശേഷം കാണിക്കുന്നത് ഗ്രിഫിത്തിനെയാണ്. ഗ്രിഫിത്തിനെ കാണാൻ വേണ്ടിയിട്ട്, അതായത് ഗ്രിഫിത്ത് ഒരുപാട് അടി കൊണ്ട് കിടക്കുന്നില്ല, അത് കാണാൻ വേണ്ടിയിട്ട് അവിടെയുള്ള പ്രീസ്റ്റും അവിടെയുള്ള ഭരണാധികാരെല്ലാം വന്നിട്ടുണ്ടാവും. ആൻഡ് ഇതേ സമയത്തായിരിക്കും ഗഡ്സും ഗ്രിഫിത്തിനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകുക. അങ്ങനെ ഗഡ്സ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാസ്ക പിന്നീന്ന് വിളിക്കും. ആൻഡ് വിളിച്ചിട്ട് പറയും, ഗ്രിഫിത്ത് ഒരു മീറ്റിംഗിലാണ്, നീ അങ്ങോട്ട് പോകണ്ടെന്ന് പറയും. ഈ ടൈമിലാണ് നമുക്ക് വൈറ്റ് ടോക്സിലെ പ്രധാനപ്പെട്ട മെമ്പേഴ്സിനെ കാണിക്കുന്നത്. പിപ്പിൻ ഒരുത്തൻ, ജുഡായ് എന്നുള്ള ഒരുത്തൻ, അതിനുശേഷം ക്രോക്കസ് എന്നുള്ള ഒരുത്തൻ. ഈ 3 പേരാണ് ഇപ്പോൾ ഗഡ്സും ഗ്രിഫിത്തും കാസ്കയും കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള 3 പേര് പവർഫുൾ ആയിട്ടുള്ള. ആൻഡ് ഇതിനുശേഷം ഗഡ്സ് കാസ്കയോട് പറയും, അവൻ എന്റെ ഫ്രണ്ടാണ്, എനിക്ക് അവനെ കാണണമെന്ന് പറയും. അത് പറഞ്ഞതിന് ശേഷം കാസ്ക ഗഡ്സിന്റെ മോന്തക്കിട്ട് ഒരു പഞ്ച് അങ്ങോട്ട് കൊടുക്കും. ആൻഡ് ഈ അടി കൊടുത്തതിന് ശേഷം കാസ്ക ഗഡ്സിനോട് ചോദിക്കും, നിന്നെ എന്തിനാണ് അവന് ഇത്ര ഇഷ്ടം, നിന്നെ പോലെ ഒരു ഓർഡിനറി ആയിട്ടുള്ള ആളെ എന്തിനാണ് അവൻ ഇഷ്ടപ്പെടുന്നത് ചോദിക്കും. ഇവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാസ്കക്ക് ഗ്രിഫിത്തും ഗഡ്സും കൂടിയും ഒരുപാട് ക്ലോസർ ആവുന്നത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. കാരണം കാസ്കയുടെ ഉള്ളിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്രിഫിത്ത്, അതായത് ഗ്രിഫിത്തിന്റെ റൈറ്റ് ഹാൻഡ് ആയിട്ട്, ഗ്രിഫിത്തിന്റെ ഏറ്റവും അടുത്ത ആളായിട്ട് എപ്പോഴും കാസ്ക ആയിരിക്കുന്നതായിരിക്കും കാസ്കയുടെ ഉള്ളിൽ. ഗഡ്സ് വന്നതിന് ശേഷം ഗ്രിഫിത്തും ഗഡ്സും ഭയങ്കര വലിയ ഫ്രണ്ട്സ് ആയതിനു ശേഷം ഇത് കുറഞ്ഞു പോകുന്നുള്ള ഒരു പേടിയോണ്ടാണ് കാസ്കക്ക് ഗഡ്സിനെ തീരെ ഇഷ്ടമല്ലാത്തത്. ഇത് മനസ്സിലാക്കിയ ഗഡ്സ് അവിടുന്ന് പോകും. അവിടുന്ന് പോയതിനു ശേഷം ഗഡ്സ് അവന്റെ ട്രെയിനിങ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് ഗഡ്സ് ഇങ്ങനെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ട് ഗ്രിഫിത്ത് അങ്ങോട്ട് ചെല്ലും. ആൻഡ് അങ്ങോട്ട് ചെന്നതിന് ശേഷം ചോദിക്കും, ഗഡ്സിന്റെ ഹെൽത്ത് ഇപ്പൊ എങ്ങനെയാണോ, ഓക്കെ ആണോ എന്നൊക്കെ ഗ്രിഫിത്ത് അങ്ങോട്ട് ചോദിക്കും. ആൻഡ് ഇങ്ങനെ അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗഡ്സ് ഗ്രിഫിത്തിനോട് പറയും, നിന്റെ കഴുത്ത് കിടക്കുന്ന ആ നെക്ലസ് കണ്ടിട്ടാണ് ആ സോഡ് അവിടുന്ന് പേടിച്ചു പോയതെന്ന് പറയും. അപ്പൊ ഗ്രിഫിത്ത് പറയും, അതെ, ഇതിന് ഈവൽ സ്പിരിറ്റിനെ തുരത്താനുള്ള ഒരു ശക്തി ഉണ്ടെന്നാണ് ഞാനിത് വാങ്ങിയ നാടോടി എൻ്റെ അടുത്ത് പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും കഴുത്തിൽ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയും. ആൻഡ് ഇതിനുശേഷം ഗഡ്സ് വീണ്ടും ഗ്രിഫിത്തിനോടൊരു കാര്യം പറയും, അതായത് ആ സോഡ് അവിടുന്ന് പോകുമ്പോൾ എന്നോടൊരു കാര്യം പറഞ്ഞിട്ടായിരുന്നു, പ്രൊഫസി പറഞ്ഞിട്ടായിരുന്നു പോയിരുന്നത്. എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു ദിവസം നിനക്ക് വേണ്ടിയിട്ട് മരിക്കും എന്നാണ് പറഞ്ഞതെന്ന് പറയും. കാര്യം എന്താ പറഞ്ഞത് ഗഡ്സിന് ഇപ്പൊ മനസ്സിലായിണ്ടാവില്ല, അതുകൊണ്ട് ഗഡ്സ് ഇങ്ങനെ പറയും, അതായത് നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ദിവസം മരിക്കുന്ന ആ സോഡ് എൻ്റെ അടുത്ത് ഒരു പ്രൊഫസി പോലെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. ആൻഡ് ഇത് കേട്ടിട്ട് ഗ്രിഫിത്ത് പറയും, ഞാൻ ഒരിക്കലും നിന്നെ മരിക്കാൻ വിട്ടുകൊടുക്കത്തില്ല എന്ന് പറയും. ആൻഡ് ഇത് ഗഡ്സും വിശ്വസിക്കും. കാരണം ഗഡ്സിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഗ്രിഫിത്ത് ഒറ്റയ്ക്ക് അതിൻ്റെ ഉള്ളിലോട്ട് വന്ന് ഗഡ്സിനെ രക്ഷിച്ചതല്ല, അതുകൊണ്ട് തന്നെ ഗഡ്സ് ഗ്രിഫിത്തിനെ വിശ്വസിക്കും. ഇതിനുശേഷം നമുക്ക് കാണിക്കുന്നത് ഇവർ യുദ്ധത്തിന് വേണ്ടി പോയ മിഡ്ലാൻഡിന്റെ രാജാവിനെയാണ്. ആൻഡ് ഈ രാജാവ് ഗ്രിഫിത്തിനെ ടീമിനെ ഒരുപാട് പ്രശംസിക്കും. ആ പ്രശംസിക്കുന്ന ടൈമിൽ അവിടെ ഡ്യൂക്ക് ഉണ്ടാവും. ഈ ഡ്യൂക്ക് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാജാവിന്റെ തളപതിയാണ്. ആൻഡ് ഇയാൾക്കാണെന്നുണ്ടെങ്കിൽ ഗ്രിഫിത്തിന്റെ ടീമിനൊന്നും ഒട്ടും ഇഷ്ടമില്ലായിരിക്കും. കാരണം ഇയാളെ കൊണ്ട് ജയിക്കാൻ പറ്റാത്തൊരു യുദ്ധമാണ് ഗ്രിഫിത്തും ഗഡ്സും വേണ്ടിയിട്ട് ഈ കാസലിന് വേണ്ടിയിട്ട്, അതായത് ഈ മിഡ്ലാൻഡിന് വേണ്ടി ജയിച്ചു കൊടുത്തത്. ആൻഡ് ഇതിന് ശേഷം കാണിക്കുന്നത് ഈ ഡ്യൂക്കിന്റെ ആൾക്ക് ആ രാജാവിന്റെ തന്നെ മന്ത്രി ഒരു സന്ദേശം പാസ് ചെയ്യുന്നതാണ്. ഇയാൾ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, വൈറ്റ് ഹൗസ്, അതായത് ഗ്രിഫിത്തിന്റെ ടീമിലെ മെമ്പേഴ്സിനെ തന്നെ ഈ രാജ്യത്തെ പ്രൈമറി സോൾജേഴ്സ് ആയിട്ട് നിയമിക്കാൻ പോവാണെന്ന് പറയും മന്ത്രി ഇയാളോട്.
ആൻഡ് ഇത് കേട്ട് ഇയാൾക്ക് വീണ്ടും ദേഷ്യം കൂടും. കാരണം ഇത്രയും നാള് ഈ സോൾജേഴ്സ്, അതായത് വൈറ്റ് ഡ്രാഗൺസ് എല്ലാവരും ഈ ഡ്യൂക്കിന്റെ കീഴിലായിരുന്നു. പക്ഷെ ഇപ്പോ വൈറ്റ് ഹോക്സിലെ മെമ്പേഴ്സ് എല്ലാവരും ഇതിൽ ചേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെന്തായാലും ഗ്രിഫിത്ത് പറയുന്നേ കേൾക്കുള്ളൂ. അതുകൊണ്ട് അവന്റെ കയ്യിലുള്ള ആ ഒരു പവർ നഷ്ടപ്പെടുന്ന ആലോചിച്ചിട്ട് അവൻ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആയിട്ടിരിക്കും. ആൻഡ് ഇതിനുശേഷം നമുക്ക് കാണിക്കുന്നത് ചാർലറ്റിനെയാണ്. ചാർലറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജാവിന്റെ മോളാണ്. രാജാവ് ഇങ്ങനെ പറയും, എന്റെ മോളെ ഇനി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നിനക്കാണെന്ന് ഗ്രിഫിത്തിനോട് പറയും. ആൻഡ് ചാർലറ്റ് അവിടെ നിന്ന് നടന്നു വരുമ്പോൾ ചാർലറ്റ് അറിയാണ്ട് വീഴാൻ പോകും. ആ വീഴാൻ പോകുമ്പോൾ ഗ്രിഫിത്ത് നേരെ പോയി പിടിക്കും. ആൻഡ് ഇത് പിടിച്ചത് കണ്ട ഡ്യൂക്ക് അവിടെ ചെന്നിട്ട് നീ ആരാടാ ഞങ്ങളുടെ രാജകുമാരിയെ തൊടാനെന്ന് പറഞ്ഞിട്ട് ഗ്രിഫിത്തിന്റെ ചള്ളക്ക് നോക്കിയെന്നാണ്ട് കൊടുക്കും. ആൻഡ് ബാക്കിയുള്ള പാർട്സ് ഒക്കെ ഞാൻ ഒരു 2 ദിവസം ഗ്യാപ്പ് എടുത്തിട്ട് ഞാൻ ട്യൂസ്ഡേ പോസ്റ്റ് ചെയ്യാം. കാരണം ഞാനൊരു ട്രിപ്പിലായിരുന്നു, അതുകൊണ്ട് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഞാനൊരു 2 ദിവസം കഴിഞ്ഞ് പോസ്റ്റ് ചെയ്യാം. ഞാൻ അപ്പോൾ നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് തന്നുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ റെക്കോർഡ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത പാട്ട് പെട്ടെന്ന് തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യാം. സൺഡേ വരെ വെയിറ്റ് ചെയ്യണ്ട. ട്യൂസ്ഡേ തന്നെ ഞാൻ അടുത്ത പാട്ട് പോസ്റ്റ് ചെയ്യാം, ലോങ് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം. സോറി ഗൈസ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. Bye.